ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും നൃത്തം ചെയ്യുവാനും വിലാപം മാറ്റി നൃത്തം ചെയ്യുവാനും വിലാപം മാറ്റി ആനന്ദിച്ചാർക്കുവാൻ രട്ടു നീക്കി നൃത്തം ചെയ്യുവാനും വിലാപം മാറ്റി ആനന്ദിച്ചാർക്കുവാൻ രട്ടു നീക്കി പുരുമോതാൽ നിറഞ്ഞെന്നു പാടിപ്പുകഴ്ത്തിയിടം മണവാളൻ മഹിമകളെണ്ണി എണ്ണി പുരുമോതാൽ നിറഞ്ഞെന്നു പാടിപ്പുകഴ്ത്തിയിടം മണവാളൻ മഹിമകളെണ്ണി എണ്ണി ആനന്ദം ആനന്ദമാനന്ദമേ സിയോൻ പ്രയാണികൾക്ക് വീടോടടുക്കും തോറും. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു പ്രാവശ്യം കൂടെ വചനവുമായി നിൽക്കുവാൻ ദൈവം തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം വായിക്കാം. തന്നോട് അരുളി ചെയ്ത യഹോവയ്ക്ക് ദൈവമേ നീ എന്നെ കാണുന്നു എന്ന് പേർ വിളിച്ചു. ദ ഗോഡ് ഹു ലുക്ഡ് അപ്പോൺ മീ. ഇത് പറയുന്നത് സാറായുടെ ദാസിയായ ഹാഗാർ എന്ന ഒരു മിസ്രൈമ്യ ദാസിയാണ്. സാറയുടെ ഒരു ഈജിപ്ഷ്യൻ മെയ്ഡാണ് ഈ വാക്യം പറയുന്നത്. നമുക്ക് സാറയുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ സാറ അബ്രഹാം ദമ്പതിമാർക്ക് മക്കളുണ്ടായിരുന്നില്ല. 75 വയസ്സായപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്ത പ്രകാരം അവർ കൽദയരുടെ ഊര് വിട്ട് പോകുന്നതാണ്. 10 വർഷം അവർ നോക്കിയിരുന്നു, മക്കളുണ്ടായില്ല. മക്കളുണ്ടാകാത്തതിൻ്റെ കാരണം നാം സയൻറ്റിഫിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഒരു 30-40% ഭർത്താവിൻ്റെ കുഴപ്പം കൊണ്ട് വരാം, ഒരു 30% ഭാര്യയുടെ കുഴപ്പം കൊണ്ട് വരാം, ഒരു 30% ഒരു 1/3 രണ്ടുപേരുടെയും കുഴപ്പം കൊണ്ട് വരാം. ഇവിടെ അബ്രഹാമിന് വേറെ മക്കളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇവിടെ ഇൻഫെർട്ടിലിറ്റിയുടെ കാരണം സാറയ്ക്കായിരുന്നു വന്ധ്യത ഉണ്ടായിരുന്നത്. സാറ ഒരു ആലോചന അബ്രഹാമിനോട് പറയുകയാണ്, നീ എൻ്റെ ദാസി ഹാഗാറിൻ്റെ അടുത്ത് നിന്നാലും അവളിൽ നിന്ന് എനിക്കൊരു കുഞ്ഞിനെ ലഭിക്കും എന്ന് അവളാണ് അബ്രഹാമിനോട് പറയുന്നത്. അബ്രഹാം സാറയുടെ വാക്ക് കേട്ടു. അബ്രഹാം ഹാഗാറിൻ്റെ അടുത്ത് നിന്നു. ഹാഗാർ ഗർഭിണിയായി. സാറയ്ക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു, ഹാഗാർ പ്രസവിക്കുന്ന കുഞ്ഞ് അവൾ സ്വന്തം പോലെ അവൾക്ക് താലോലിക്കുവാനും എല്ലാം കിട്ടുമെന്നാണ് അവൾ വിചാരിച്ചിരുന്നത്. പക്ഷേ അബ്രഹാമിൻ്റെ ഗർഭം ഹാഗാറിൽ ഉണ്ടായപ്പോൾ മുതൽ അവളുടെ ജീവിതത്തിൽ വലിയ മാറ്റം വന്നു. ഷീ ബിക്കെയിം വെരി പ്രൗഡ് ആൻഡ് അറഗൻ്റ് എന്നാണ് നാം വായിക്കുന്നത്. അവളുടെ സ്വഭാവത്തിൽ അത്രയും നാളുണ്ടായിരുന്ന താഴ്മയും വിനയവും സാറയോടുള്ള വിധേയത്വം എല്ലാം മാറി അവളൊരു യജമാനത്തിയുടെ സ്ഥാനത്തേക്ക് വരുന്നത് പോലെയായി അവളുടെ അവസ്ഥ. സാറ പറയുന്ന അബ്രഹാമിനോട് പരാതി പറയേണ്ടത് ഇപ്പോൾ ഞാൻ അവളുടെ കണ്ണിന് നിന്ദിതയായി എന്നാണ്. അവളുടെ നോട്ടത്തിലെല്ലാം ഒരു പരിഹാസത്തിൻ്റെ സ്വഭാവം സാറയ്ക്ക് കാണുവാൻ സാധിച്ചു. സാറ വളരെ ദുഃഖിതയായി, വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല എന്ന്.
അബ്രാഹാമിനോട് പരാതി പറയുമ്പോൾ അബ്രാഹാം പറയും, നിന്റെ ദാസി നിന്റെ കയ്യിലിരിക്കുന്നു, നിന്റെ ഇഷ്ടം പോലെ അവളോട് ചെയ്തു കൊള്ളാൻ പറയുമ്പോൾ സാറ അവളോട് വളരെ സ്ട്രിക്റ്റായിട്ട്, വളരെ കാഠിന്യ ഹൃദയത്തോടു കൂടിയാണ് അവളോട് പെരുമാറുന്നത്. അങ്ങനെ വളരെ സ്ട്രിക്റ്റായിട്ട് പതിവില്ലാതെ സാറ അവളോട് പെരുമാറുമ്പോൾ ഹാഗാറിന് ചിന്തിക്കാമായിരുന്നു, എന്തുകൊണ്ടാണ് സാറ ഇന്ന് ഇപ്പോൾ എന്നോട് ഇങ്ങനെ സ്ട്രിക്റ്റായിട്ട് പെരുമാറുന്നതെന്നെല്ലാം. അവളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കിയായിരുന്നെങ്കിൽ അവൾക്ക് കീഴടങ്ങിയിരിക്കാത്ത അവസ്ഥയും അവളുടെ പ്രൗഡായ അവളുടെ അറഗൻ സ്വഭാവങ്ങളെല്ലാം അവൾക്ക് മനസ്സിലാകുമായിരുന്നു. പക്ഷേ അവൾ തൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ ആ സാഹചര്യത്തിൽ നിന്നെല്ലാം ഓടി മാറുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന നമ്മൾക്കൊരു നന്മയെല്ലാം ദൈവം തരുമ്പോൾ നാം ഒരുപടി താഴ്ന്ന് ദൈവസന്നിധിയിൽ വിനയപ്പെട്ട് നന്ദിയുള്ളവരായിരിക്കണം. എങ്കിൽ മാത്രമാണ് ആ കുടുംബത്തിൽ സമാധാനവും ആശ്വാസവും ഉണ്ടാകുമുള്ളൂ. ഈ ഒരു സ്ത്രീ കാരണം അബ്രാഹാം സാറ ദമ്പതികളുടെ കുടുംബം വളരെ കലങ്ങിപ്പോയി. എന്നാൽ ഇതേപോലെ തന്നെ നാം കന്യമറിയാമിൻ്റെ ജീവിതത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അവളുടെ ഹൃദയത്തിലേക്ക് യേശുക്രിസ്തു വചനവുമായി വന്നപ്പോൾ അവൾ പറയുന്നുണ്ട്, അവൾ ഒന്നുകൂടെ താഴ്ത്തി കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് താഴ്മയോടെ അത് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു അവളുടെ ഉള്ളിൽ വന്നപ്പോൾ അവൾക്ക് വലിയ സന്തോഷവും, അവൾക്കറിയാം അവൾക്ക് വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ആ ദൈവസന്നിധിയിൽ താണും നന്ദിയോടെ ഹൃദയമുള്ളതായതുകൊണ്ട് അവൾ സഖറിയ പുരോഹിതൻ്റെ വീട്ടിലേക്ക് എലിസബത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളെ വന്ദിക്കുമ്പോൾ അവിടെ ആത്മാവിൻ്റെ ഒരു സ്തുതി നാം മുഴങ്ങുന്നതായിട്ട് കാണാം. ആ എലിസബത്തിന് മനസ്സിലായി, ഈ ആരാണ് എൻ്റെ അടുത്ത് വന്നിരിക്കുന്നതെന്ന്. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി എന്നോർത്ത് ആത്മാവിൽ സ്തുതിക്കുകയാണ്. അവളുടെ ഉള്ളിലുള്ള യോഹന്നാൻ സ്നാപകൻ സ്തുതിക്കുന്നു, കന്യമറിയാം സ്തുതിക്കുന്നു. അവൾ ആത്മാവിൽ ആനന്ദിച്ച് പറയുന്നുണ്ട്, എൻ്റെ കർത്താവ് എനിക്ക് വലിയവ ചെയ്തിരിക്കുന്നു. അത് കഴിഞ്ഞ് പറയുന്നത്, അവൻ തൻ്റെ ദാസിയുടെ താഴ്ച കടാക്ഷിച്ചിരിക്കുന്നുവല്ലോ എന്നാണ് കന്യമറിയാം പറയുന്നത്. അവൾ എത്രയോ താഴ്ത്തി, അവൾ മുഴുവനായി സമർപ്പിച്ചു. അഖിലാണ്ടത്തിൻ്റെ ഉടയവനെയാണ് ഞാൻ പേറുന്നതെന്നും അവനെയാണ് ഞാൻ താരാട്ടി വളർത്തുന്നതെന്നും എല്ലാം ഉള്ള ശരിയായ ബോധം കന്യമറിയാമിനുണ്ടായിരുന്നു. നമ്മുടെ പിതാക്കന്മാർ പറയും, ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്ത് ഏറ്റവും പരിശുദ്ധമായ സ്ഥലത്താണ് കന്യമറിയാമിന് ഇപ്പോൾ വസിക്കുന്നതെന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൈര്യമായ പ്രവേശനം ഉണ്ടെന്നാണ് പിതാക്കന്മാർ പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. എന്തുകൊണ്ടാണ്? അവൾ തന്നെത്താൻ താഴ്ത്തി ദൈവത്തെ മഹത്വപ്പെടുത്തി. എന്നാൽ ഹാഗാറിന് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായില്ല. അവൾ ആ സാഹചര്യത്തിൽ നിന്ന് ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. അവളങ്ങനെ ഓടിപ്പോകുമ്പോൾ അവൾക്ക് ഒരേ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ മകന് ഗർഭം പേറിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് ദൈവം അവളെ മാനിച്ചു. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ദൂതൻ അവളുടെ പിറകാലെ വന്ന് അവളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹാഗാറെ എന്നല്ല വിളിക്കുന്നത്, സാറായിയുടെ ദാസിയായ ഹാഗാറെ, നീ എവിടെ പോകുന്നു എന്നാണ് ചോദിക്കുന്നത്. അവൾ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ യജമാനത്തെ വിട്ട് ഓടിപ്പോകുകയാണെന്ന്. സാറായിയുടെ ദാസിയെ ഹാഗാറെ എന്ന് ദൂതൻ വിളിക്കുമ്പോഴെങ്കിലും അവൾക്ക് ഒന്ന് ചിന്തിക്കാമായിരുന്നു, ദൈവമേ, ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ഞാൻ യജമാനത്തി ആവാൻ നോക്കിയതാണല്ലോ. ഞാൻ താഴ്മയോടെ എൻ്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കാതിരുന്നതുകൊണ്ടാണല്ലോ എനിക്ക് ഈ അവസ്ഥ വന്നതെന്നെല്ലാം അവൾക്ക് ചിന്തിക്കാമായിരുന്നു. പക്ഷേ അവൾ സ്വന്തം ഹൃദയത്തിലേക്ക് ചിന്തിച്ചില്ല. ആ സാഹചര്യം വിട്ട് ഓടി. ദൂതൻ അവളെ അങ്ങനെ വിളിച്ചു. അത് കഴിഞ്ഞ് അവളോട് പറയുന്നുണ്ട്, നിന്റെ സങ്കടം കേട്ടതുകൊണ്ട് നീ അവന് നിന്റെ ഗർഭത്തിൽ പേറുന്ന പ്രജയ്ക്ക് ഇസ്മായേൽ എന്ന് പേരിടണമെന്നും നീ പോയി നിന്റെ യജമാനത്തിക്ക് കീഴടങ്ങിയിരിക്കണമെന്നും എല്ലാം പറഞ്ഞ് ദൈവത്തിൻ്റെ ദൂതൻ അവളെ തിരിച്ച് വിടുകയാണ്. ദൈവത്തിൻ്റെ ദൂതൻ അവളോട് ഇടപെട്ടപ്പോൾ അവൾക്ക് ഒരു കാര്യം മനസ്സിലായി. അവൾ ഭയത്തോടെ പറയുന്ന ഒരു കാര്യമാണ്, എൻ്റെ കർത്താവെ, നീ എന്നെ കാണുന്നു. ഏത് സാഹചര്യത്തിലും നമുക്ക് ആ ഒരു അനുഭവം ഉണ്ടാകുന്നത് വളരെ നല്ലതായിരിക്കും. നമ്മൾ നിരാശയിലും ഭാരത്തിലും എല്ലാ കാര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും ദൈവമേ, നീ എന്നെ കാണുന്നു എന്ന്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ, എന്നെ ഏത് സാഹചര്യത്തിലും എന്നെ കാണുന്ന ദൈവത്തെ നാം കാണുമ്പോഴാണ് നമുക്ക് ഒരു മനസാന്തരം വരുന്നതും നമ്മുടെ അവസ്ഥ നമുക്ക് മനസ്സിലാവുന്നതും. അവൾക്ക് മനസ്സിലായി, ഞാൻ തെറ്റിപ്പോയെന്നും ഞാൻ യജമാനത്തിക്ക് ഇടങ്ങാതിരുന്നെല്ലാം തെറ്റിപ്പോയെന്നും എല്ലാം അവൾ മനസ്സിലായി. തിരികെ പോയി ദൂതൻ പറയുന്നത് പോലെ സാറയ്ക്ക് കീഴടങ്ങി അവൾ അവിടെ താമസിച്ചു. അവൾക്ക് ഇസ്മായേൽ പിറന്നു. അപ്പോൾ ഇസ്മായേൽ പിറക്കുമ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. ദൈവത്തിന് എല്ലാറ്റിനും സമയമുണ്ട്. ദൈവമാണ് പ്രവർത്തിക്കുന്നതെന്ന് കാണുവാൻ തക്കവണ്ണം ദൈവം മനുഷ്യൻ്റെ ശക്തിയെല്ലാം ക്ഷയിക്കുവാൻ നോക്കിയിരിക്കുകയായിരുന്നു.
ദൈവത്തിന് സ്തോത്രം. കർത്താവ് പ്രത്യക്ഷപ്പെട്ടു, അബ്രഹാമിനെ ധൈര്യപ്പെടുത്തി. സാറായോട് കർത്താവ് പറയുന്നുണ്ട്, യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ, നിനക്ക് തന്നെ ഒരു കുഞ്ഞ് ജനിക്കുമെന്നെല്ലാം പറഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരപ്പെടുത്തി സാറായെ ദൈവം അതിനായിട്ട് ഒരുക്കി. റോമർ 4-ാം അധ്യായം അതിൻ്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ പറ്റി പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ അവൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്നാണ് നമുക്കത് വായിച്ചു കേൾക്കാം. റോമർ 4-ന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ സന്തതി ഈവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തൻ്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവിശ്വാസത്തിൽ സംശയിക്കാതെ അവൻ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു. കാരണം 100 വയസ്സുള്ള അബ്രാഹാം സാറയുടെ ഗർഭപാത്രത്തിന് നിർജീവിത്വം എല്ലാം ഗ്രഹിച്ചിട്ടും ദൈവം ആ സമയത്ത് പ്രവർത്തിക്കുകയാണ്. അവർക്കറിയാം ദൈവമാണ് ഇതെല്ലാം തരുന്നതെന്നും അവരുടെ ശക്തിയെല്ലാം പോയെന്നും അവരുടെ ശക്തി പോകുവാനായി ദൈവം കാത്തിരിക്കുകയായിരുന്നു. തക്ക സമയത്ത് ഇസഹാക്ക് ജനിക്കുന്നു. ആ കുടുംബത്തിൽ ചിരിയുണ്ടാകുന്നു, സന്തോഷമുണ്ടാകുന്നു. അപ്പോൾ ഇസഹാക്ക് ജനിക്കുമ്പോൾ ഇസ്മായേലിന് 13 വയസ്സാണ്. അപ്പോഴും ഈ ഹാഗാർ ഇസ്മായിലിനെ വളർത്തുന്നത് ശരിയായ രീതിയിലല്ലായിരുന്നു. ഒരു പരിഹാസിയായിട്ടാണ് ഇസ്മായിൽ വളരുന്നത്. ഇസ്മായിൽ എപ്പോഴും ഈ ഇസഹാക്കിനെ ടീസ് ചെയ്തുകൊണ്ടിരുന്നു. അത് സാറ ശ്രദ്ധിച്ചു. വെൻ സാറ നോട്ടീസ്ഡ് ഇസ്മായിൽ ടീസിങ് ഇസഹാക്ക് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് ഇസ്മായിൽ അങ്ങനെ പരിഹാസിയായിത്തീരുന്നു? അവളുടെ അമ്മ പരിഹസിക്കുന്നവളായിരുന്നു. അവളുടെ കണ്ണിന് പരിഹാസത്തിൻ്റെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്ന് സാറ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒരു പരിഹാസിയായിട്ട് വളർന്നു വരികയാണെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കേണ്ടതാണ്. എന്തുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് അങ്ങനെ വരുന്നതെന്ന്. അവൻ പരിഹാസിയായിട്ട് നടന്നപ്പോൾ ആ ഹാഗാർ അവനെ കറക്റ്റ് ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ അതൊന്നും ചെയ്തില്ല. അടുത്ത ശിക്ഷണം ഹാഗാറിൻ്റെ ജീവിതത്തിലേക്ക് വരികയാണ്. സാറ വളരെ സ്ട്രിക്റ്റായിട്ട് അബ്രഹാമിനോട് പറയാണ്, ഈ ദാസിയെയും മകനെയും പുറത്താക്കി കളക. എൻ്റെ മകൻ ഇസഹാക്കിനോടുകൂടി അവൻ അവകാശിയാകുകയില്ല എന്ന് പറയുകയാണ്. ഇത് കേട്ടപ്പോൾ അബ്രഹാം സർവ്വസങ്കടത്തിലായി. കാരണം തൻ്റെ കുഞ്ഞിനെ ഓർക്കുമ്പോൾ അബ്രഹാമിൻ്റെ കുഞ്ഞാണ് ഇസ്മായേൽ. അപ്പോൾ അത് ഓർത്തിട്ട് വളരെ വിഷമമായി. അപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോൾ ദൈവം പറഞ്ഞു, സാറ പറഞ്ഞതിലൊക്കെ അവളുടെ വാക്ക് കേൾക്കുക. അവളിൽ നിന്നുള്ള കുഞ്ഞാണല്ലോ, വാഗ്ദത്ത സന്തതി അവളിൽ നിന്ന് വരുന്നതല്ലേ എന്ന്. നാം ഇവിടെ ചിന്തിക്കുമ്പോൾ ഓർക്കും അബ്രഹാം സാറ പറയുന്നത് പോലെ എല്ലാമാണ് കേൾക്കുന്നതെന്ന്. എന്നാൽ സാറയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം എന്താണ് പറയുന്നത്? നമുക്ക് 1 പത്രോസ് 3-ാം അധ്യായം അതിൻ്റെ 5-ഉം 6-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ അറിയാം. ഇങ്ങനെയല്ലോ പണ്ട് ദൈവത്തിൽ പ്രത്യാശ വെച്ചിരുന്ന വിശുദ്ധ സ്ത്രീകൾ തങ്ങളെ തന്നെ അലങ്കരിച്ച് ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരുന്നത്. അങ്ങനെ സാറ അബ്രഹാമിനെ യജമാനനെന്ന് വിളിച്ച് അനുസരിച്ചിരുന്നു. നന്മ ചെയ്ത് യാതൊരു ഭീഷണിയും പേടിക്കാതിരുന്നാൽ നിങ്ങൾ അവളുടെ മക്കളായിത്തീരുന്നു. അവളുടെ മക്കൾ എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത സന്തതി. വാഗ്ദത്ത സന്തതിയുടെ കൂട്ടത്തിൽ വരണം എങ്കിൽ സാറയെ പറ്റി ദൈവം പറഞ്ഞിരിക്കുന്നത് അവൾ യജമാനനെ എന്ന് വിളിച്ച് അബ്രഹാമിനെ എല്ലാത്തിലും കീഴടങ്ങിയിരുന്നു എന്നാണ് വായിക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. നാം നോക്കുമ്പോൾ ഓർക്കും അബ്രഹാം സാറയാണ് അനുസരിക്കുന്നതെന്ന്. എന്നാൽ അബ്രഹാം സാറയല്ല അനുസരിച്ച്, അബ്രഹാം ദൈവത്തെയാണ് ഇപ്പോൾ അനുസരിക്കുന്നത്. കാരണം ധർമ്മസങ്കടത്തിലായപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. ദൈവം പറഞ്ഞു സാറ പറഞ്ഞത് കേട്ടോളാൻ. ദൈവത്തിൻ്റെ സ്തോത്രം. അബ്രഹാമിന് ദൈവത്തിൽ നിന്നൊരു വചനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ചാഞ്ചല്യവുമില്ല. അത് അപ്പോഴേപോലെ അനുസരിക്കുന്ന ഒരു സ്വഭാവമാണ് അബ്രഹാമിനുള്ളത്. അത് അബ്രഹാം അധികാലത്ത് എഴുന്നേറ്റ് അപ്പവും ഒരു തുരുത്തി വെള്ളവും ഈ ഹാഗാറിൻ്റെ തോളിലേക്ക് വെച്ചിട്ട് ഇറങ്ങിപ്പോക്കോളാം കുട്ടിയെയും കൊടുത്ത് വിട്ടു. വളരെ ഒരു വലിയൊരു പ്രയാസത്തിൻ്റെ നടുവിലാണ് ഹാഗാർ പോകുന്നത്. മരുഭൂമിയിൽ ഉഴന്ന് നടന്നു എന്നാണ് പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം തീർന്നു, അപ്പം തീർന്നു, എനിക്ക് കുട്ടിയുടെ മരണം കാണണ്ട എന്ന് പറഞ്ഞ് ഹാഗാർ ഒരു കുറുങ്കാട്ടിൽ കുഞ്ഞിനെ കെടുത്തിയിട്ട് കുറേ അകലെ ഇരുന്ന് അവൾ കരയുകയാണ്. ഉറക്കെ കരഞ്ഞു എന്നാണ് വായിക്കുന്നത്. എന്നാൽ നാം വായിക്കുന്നത് ഈ ഹാഗാറിൻ്റെ കരച്ചിലല്ല ദൈവം കേട്ടത്. ദൈവം ബാലൻ്റെ കരച്ചിൽ കേട്ടു. ഈ ഇസ്മായിലിന് അപ്പോൾ ഏകദേശം ഒരു 15-16 വയസ്സ് കാണും.
അപ്പോൾ അവൻ ചിലപ്പോൾ മനസ്സിലാക്കി കാണും, എൻ്റെ അമ്മയ്ക്കും എനിക്കും ഈ ഗതി വന്നത് എന്തുകൊണ്ടാണ്, ഞാനൊരു പരിഹാസിയായി തീർന്നത് കൊണ്ടാണല്ലോ എന്നും അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്കും എനിക്കും ഇങ്ങനെ ഒരു ഗതി വന്നതെന്നെല്ലാം അവൻ ചിലപ്പോൾ മനസ്സിലാക്കി ദൈവത്തോട് നിലവിളിച്ച് കാണും. ഏതായാലും അങ്ങനെയൊന്നും ബൈബിളിൽ പറയുന്നില്ലെങ്കിലും ദൈവം ആ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന ബാലൻ്റെ നിലവിളി ദൈവം കേട്ടു. അവിടെ ഹാഗാറിനെ വിളിച്ചിട്ട് പറയുകയാണ്, അവിടെ ഒരു ഉറവ അവളുടെ മുമ്പിൽ ഒഴുകുന്നുണ്ട്, പക്ഷെ അവൾക്കത് കാണാൻ കഴിയുന്നില്ല. ദൈവം അവളുടെ കണ്ണു തുറന്നു എന്നാണ് പറയുന്നത്. നിരാശപ്പെട്ട് നിലവിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിലുള്ള പ്രൊവിഷൻസ് ഒന്നും നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ ദൈവം അവളുടെ കണ്ണു തുറന്നു. ആ ഒരു പ്രയാസമുള്ള സമയത്ത് ദൈവം എല്ലാം കാണുന്ന, നമ്മുടെ പാപങ്ങളും നമ്മുടെ കുറവുകൾ കൊണ്ടാണ് നമുക്കെല്ലാം ഈ ശിക്ഷണങ്ങളെല്ലാം വരുന്നതെങ്കിലും നാം നിലവിളിക്കുമ്പോൾ നമുക്ക് ഉത്തരം തരുന്ന ദൈവം, നമ്മുടെ പ്രയാസങ്ങളിലും നമ്മുടെ ദുഃഖങ്ങളിലും കടന്നു പോകുവാൻ ഒരു വഴി തുറന്നു തരുന്ന ദൈവം അവിടെ ഒരു നീരുറവ കാണിച്ചു കൊടുക്കുകയാണ്. അവളുടെ കണ്ണ് തുറന്നപ്പോഴാണ് അത് കണ്ടത്. ദൈവത്തിന് സ്തോത്രം. അവൾ ആ നീരുറയിൽ നിന്ന് കുഞ്ഞിനെ കുടിപ്പിച്ച് അവിടെ താമസിച്ചു. അവിടെ മരുഭൂമിയിലാണ് അവൾ താമസിച്ചത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്നാണ് കർത്താവ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഉറവ ഒരിക്കലും പറ്റാത്ത ഉറവയാണ്. ഈ ഉറവയിൽ നിന്ന് കുടിച്ചവർക്ക് ആർക്കും പിന്നെ ദാഹിച്ചിട്ടില്ല. കാരണം അത് അവൻ്റെ ഉള്ളിലേക്ക് ഒഴുകി വരുന്ന നീരുറവയായി തീരുമെന്നാണ് കർത്താവ് ശമരിയ സ്ത്രീയോട് പറയും. യാക്കോവിൻ്റെ ഉറവാണ്, യാക്കോവിൻ്റെ കിണറാണ് എന്നെല്ലാം നീ പറഞ്ഞാലും ഇവിടെ നിന്ന് കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും, എന്നാൽ ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത്. തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജല നദികൾ ഒഴുകുമെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. അനേകർ ഈ വെള്ളം കുടിച്ചു, ഈ വെള്ളം കുടിച്ച് ദാഹം തീർത്തു. ഈ വെള്ളം എങ്ങനെ നമുക്ക് കിട്ടും? ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ സ്വന്തമായ പരിശ്രമം കൊണ്ട് ഒന്നും പാപത്തെ ജയിക്കുവാൻ സാധിക്കുകയില്ല. ഈ ഉറവയിൽ നിന്ന് നാം വെള്ളം കുടിക്കണം. ഒരു കാലത്ത് നമുക്ക് ദാഹിക്കാതെ വണ്ണം, പാപത്തിലേക്ക് പോകാതെ വണ്ണം, പാപത്തിൻ്റെ മേൽ ജയം തരുന്ന കർത്താവിൻ്റെ ശക്തി അനുഭവിക്കുവാൻ നാം ഈ നീരുറവയുടെ അടുത്തേക്ക് വരും. ഏതാണ് ഈ നീരുറവ? കർത്താവായ യേശു ക്രിസ്തു കുരിശിൽ നാട്ടിയ ആ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ചങ്ക് പൊട്ടി ഒഴുകിയ നീരുറവ. അവൾ കുത്തിയിലേക്ക് നോക്കും. ആ കർത്താവിൻ്റെ അവസാനത്തെ കുത്തായിട്ട് കുത്തുമ്പോൾ കർത്താവിന് ചങ്ക് പിളർന്ന് ഒഴുകിയ നീരുറവയാണ് നമ്മുടെ ദാഹം തീർക്കുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയും, വരിക എന്ന ആത്മാവ് മണവാട്ടിയും പറയുന്നു. അതിൻ്റെ 22-ാം അധ്യായം 17-ാം വാക്യത്തിലാണ് പറയുന്നത്. 22-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. വരിക എന്ന് ആത്മാവും മണവാട്ടിയും പറയുന്നു, കേൾക്കുന്നവനും വരിക എന്ന് പറയട്ടെ, ദാഹിക്കുന്നവൻ വരട്ടെ, ഇച്ഛിക്കുന്നവൻ ജീവജലം സൗജന്യമായി വാങ്ങട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് സകല മനുഷ്യരെയും ഒരുക്കുകയാണ്. മണവാട്ടി ആരാണ്? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട മണവാട്ടി. അവർ വിളിക്കുകയാണ്, വരിക, ഞാൻ കുടിച്ചു, എൻ്റെ ദാഹം മാറി, എൻ്റെ കർത്താവ് തരുന്നതായ ആശ്വാസവും സമാധാനവും ഞാൻ അനുഭവിച്ചു. നിങ്ങൾ ഏത് ജീവിതത്തിൽ ആയിക്കോട്ടെ. നാം ഹാഗാറിനെ പറ്റി ചിന്തിച്ചു. അവൾക്ക് അവളുടെ ജീവിതത്തിൽ പല പരിഭവങ്ങളും പരാതികളും കഷ്ടപ്പാടുകളും പാപങ്ങളും എല്ലാം ഉണ്ടെങ്കിലും അവൾ നിലവിളിക്കുമ്പോൾ അവൾ വാസ്തവമായി ദൈവത്തെ മുഖാമുഖമായി കാണുന്ന ഒരനുഭവം ഉണ്ടായി. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ നിലവിളിക്കുമ്പോൾ ദൈവം കേൾക്കുന്നുവെന്നും ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുവെന്നും എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എനിക്കറിയാം, ഞാൻ നിലവിളിക്കുമ്പോഴെല്ലാം വാസ്തവമായി സത്യമായി തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ എന്നാണ് പറയുന്നത്. നാം എന്തിനാണ് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നത്? ഈ ലോകത്തിൽ എൻ്റെ കർത്താവിൻ്റെ സത്യ മണവാട്ടിയായി, കറയും ചുളുക്കവുമില്ലാത്ത മണവാട്ടിയായിട്ട് എനിക്ക് ജീവിക്കണം. എൻ്റെ പാപങ്ങളെല്ലാം ക്ഷമിച്ചു തന്ന എൻ്റെ ദൈവത്തിൻ്റെ മണവാട്ടിയായിട്ട് എനിക്ക് ജീവിക്കണം. എൻ്റെ ഹൃദയം, എൻ്റെ ലക്ഷ്യം ഒരേ ഒരു കാര്യം മാത്രം, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കണം. എൻ്റെ ചിന്തയും ആഗ്രഹങ്ങളും എല്ലാം എൻ്റെ കർത്താവിൽ മാത്രമായിരിക്കണം. ഈ ലോകത്തിലേക്ക് എൻ്റെ സ്നേഹം പോയാൽ കർത്താവ് എന്നെ വിളിക്കുന്നത് വ്യഭിചാരികളെ എന്നാണ്. യാക്കോസ്ലീഹ പറയും, വ്യഭിചാരികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമായിരിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? അപ്പോൾ കർത്താവ് ആഗ്രഹിക്കുന്ന ഈ യഥാർത്ഥ സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, അത് നമുക്ക് അനുഭവിക്കണമെങ്കിൽ, നമുക്ക് ഈ തുടർന്ന് ജീവിക്കണമെങ്കിൽ ഈ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് കേൾക്കുന്ന വചനം നമ്മൾ കേൾക്കണം.
ഈ വചനമാണ് നമ്മെ രൂപാന്തരപ്പെടുന്നത്. അനേകർക്ക് ജീവിതത്തിൽ വ്യത്യാസം വരികയും അനേകർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുറകാലെ പോകുകയും ചെയ്യുന്ന അനുഭവങ്ങൾ നമുക്ക് ഇന്നും കേൾക്കാം. ഈ കർത്താവിൻ്റെ വിശ്വാസികളെല്ലാം അവരുടെ രക്തമൂറ്റി ഈ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ ആദിമ പിതാക്കന്മാരെല്ലാം കർത്താവിന് വേണ്ടി മരിക്കാൻ തയ്യാറായി. ഇന്ന് ഈ തലമുറയിൽ നാം കർത്താവിന് വേണ്ടി ജീവിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നാം നോക്കി പാർത്തിരിക്കുന്നു. കർത്താവ് പറയും, ഞാൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ എന്ന്. കർത്താവ് പറയുന്നുണ്ട്, ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, സത്യമായി നിങ്ങൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മാവിന് തരാമെന്നാണ് കർത്താവ് പറയുന്നത്. വിധവയുടെ കാര്യം പറയുന്നുണ്ട്. വിധവ എപ്പോഴും ന്യായാധിപൻ്റെ അടുത്ത് എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ന്യായാധിപൻ ഒരു കൂസലുമില്ല, എനിക്ക് ദൈവത്തെ ശങ്കയില്ല, മനുഷ്യനെ ഒരു ഭയമില്ല, എങ്കിലും ഈ വിധവ എന്നെ അസഹ്യമാക്കുന്നതുകൊണ്ട് ഞാൻ അവളുടെ കാര്യം നടത്തി കൊടുക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. എന്നാൽ കർത്താവ് പറയുന്നുണ്ട്, ഈ ന്യായാധിപൻ ഇങ്ങനെ പറയുന്നു, എന്നാൽ ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്ന തൻ്റെ വൃതന്മാരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളതാണെങ്കിലും അവൻ നമ്മുടെ പ്രാർത്ഥനയെല്ലാം കേട്ടു തരുമെന്നാണ് പറയുന്നത്. നാം വിചാരിച്ചു നോക്കുക, നമ്മുടെ ദൈവത്താൽ കഴിയാത്ത എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? ദൈവം സാറയെ ഉറപ്പിച്ച ഒരു കാര്യമാണ്. അവൾ വിചാരിച്ചു എനിക്കിനി ഒരു കുഞ്ഞുണ്ടാവുകയില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ എന്താണ് പ്രശ്നം? കുഞ്ഞില്ലാത്തതാണോ? നമ്മുടെ കുഞ്ഞുങ്ങൾ പരിഹാസ്യമായിട്ട് വളർന്നു വരുന്നതാണോ? അതോ ദൈവത്തിന് പ്രയോജനമില്ലാത്തവണ്ണം നമ്മുടെ കുഞ്ഞുങ്ങൾ തോന്നിവാസം നടക്കുന്നതാണോ നമ്മുടെ പ്രയാസം? അതോ നമ്മുടെ ഭർത്താവ് നേരായ രീതിയിലല്ല, നമ്മെ കരുതുന്നില്ല, നമ്മെ സ്നേഹിക്കുന്നില്ല? അതോ നമ്മുടെ കുടുംബജീവിതം കലങ്ങിപ്പോയോ? എന്തെല്ലാം നമ്മുടെ പ്രയാസങ്ങളുണ്ടോ? എന്നാൽ കർത്താവ് നോക്കുന്ന ഒരു കുടുംബജീവിതമുണ്ട്. നമ്മുടെ കുടുംബത്തിലേക്ക് ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും പതിഞ്ഞിരിക്കുന്നുണ്ട്. നാം കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ പ്രതിസന്ധികൾ എന്തായാലും, നമ്മുടെ കഷ്ടപ്പാടുകൾ ഏത് പ്രയാസത്തിലാണെങ്കിലും ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. ദൈവം നമ്മെ സഹായിക്കുകയും നമ്മെ വിടുവിക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുമെങ്കിൽ നാം ഭാഗ്യമുള്ളവരായിത്തീരും. നാമും പറയും, എൻ്റെ കർത്താവ് വലിയവൻ, എൻ്റെ ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യമില്ല. ദാവീദ് പറയും, ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവൻ എന്നെ വിടുവിച്ചു എന്ന് ദാവീദ് പ്രാഗൽഭ്യത്തോടെ പറയുവാനായിട്ട് സാധിക്കും. എൻ്റെ കർത്താവായ യേശുക്രിസ്തുവിനെ എൻ്റെ 15-ാമത്തെ വയസ്സിൽ എൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ദൈവത്തിന് സ്തോത്രം. അവൻ എൻ്റെ കർത്താവായിട്ട് എൻ്റെ ഉള്ളിലേക്ക് വന്നു. അവൻ എൻ്റെ കുറവുകളും കുറ്റങ്ങളും എല്ലാം കാണിച്ചു തന്നപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഞാൻ എത്ര പാപിയാണെന്നും എത്ര കുറവുള്ളവളാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ നിരാശപ്പെട്ടു പോയിരുന്നു. എന്നാൽ ഏത് പാപിയെയും സ്നേഹിക്കുന്ന ദൈവം കർത്താവ് സ്നേഹമാണെന്ന് മനസ്സിലാക്കി തന്ന്, കർത്താവ് നമ്മെ ശാസിച്ചും ശിക്ഷിച്ചും ആ സ്നേഹമുള്ള വഴിയിൽ കൂടി വചനം തന്നും കർത്താവ് നടത്തിയതുകൊണ്ട് ഞാൻ ഇന്നും ദൈവത്തിൻ്റെ പാദത്തിൽ ഇന്നും നന്ദിയോടെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യമാണ്, കർത്താവേ, നീ എനിക്ക് ദൈവത്തിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിലേക്ക് തന്നു. അത് ദൈവം തരുന്ന ഒരു വലിയ കൃപയാണ്. ഈ ലോകത്തിൽ എനിക്ക് പല സൗഭാഗ്യങ്ങളും കിട്ടിയിട്ടുണ്ട്. എന്നാൽ എനിക്കൊന്ന് പറയാൻ പറ്റും, എൻ്റെ കർത്താവായ യേശുക്രിസ്തു എന്നെ സ്നേഹിച്ചു. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് മരിച്ചു. അവൻ്റെ അവസാന തുള്ളി രക്തം പോലും എനിക്ക് വേണ്ടി ഒഴുകിത്തന്നു. ഇന്നും എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിലവിളിക്കുമ്പോൾ എൻ്റെ കർത്താവ് എന്നെ കാണുന്നു, കേൾക്കുന്നു, എനിക്ക് എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഒരു ഗൈനക്കോളജിസ്റ്റാണ്. ലേബർ റൂമിലെല്ലാം ജോലി ചെയ്യുമ്പോൾ ചിലപ്പോൾ ബ്ലീഡിങ് എല്ലാം വന്ന് ടാപ്പിൽ നിന്നിങ്ങനെ ഒഴുകുന്നത് പോലെ ബ്ലീഡിങ്, ഒന്നും ചെയ്യാൻ പറ്റാതെ നാം എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് അമ്മമാരൊക്കെ പെട്ടെന്ന് മരിച്ചു പോകുന്നു, അല്ല അസുഖങ്ങളൊക്കെ വരുന്നത് പോലെയുള്ള സാഹചര്യങ്ങളെല്ലാം വരുമ്പോൾ എൻ്റെ കർത്താവേ, എനിക്കൊരു ഈ ഒരു അനുഭവത്തിലൂടെയൊക്കെ പോകുമ്പോൾ, കർത്താവേ നീ എന്നെ സഹായിക്കണമേ, എൻ്റെ കർത്താവേ നീ എന്നെ കാക്കണമേ എന്ന് പറയുമ്പോൾ നമുക്ക് സഹായിക്കാൻ കഴിവുള്ള ദൈവത്തിന് സ്തോത്രം. നമുക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മരുന്ന് കൊടുക്കാം, പക്ഷേ സൗഖ്യം ദൈവം തരണം. പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ചികിത്സകൾ ചെയ്യാം, പക്ഷേ രോഗസൗഖ്യം തരുന്നത് ദൈവമാണ്. ദൈവം സൗഖ്യം തന്നാൽ മാത്രമേ നമുക്ക് സൗഖ്യം തരുവാൻ കിട്ടുകയുള്ളൂ. ഡോക്ടറായി എനിക്ക് പറയുവാൻ സാധിക്കും, സൗഖ്യം തരുന്നത് ദൈവമാണ്. മഹാവൈദ്യനായ കർത്താവ് സൗഖ്യം തന്നാൽ സൗഖ്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഇത്രയും ഒരു മഹാവൈദ്യനായ കർത്താവിനെ കാണുവാനും കർത്താവിൻ്റെ ഹീലിംഗ് മിനിസ്ട്രിയിൽ പങ്കുകൊള്ളുവാനും എൻ്റെ ദൈവം എനിക്ക് കൃപ തന്നു. എൻ്റെ ജീവിതം മുഴുവനും അവൻ്റെ ഒരു സാക്ഷിയായി അന്ത്യത്തോളം വിശ്വസ്തയോടെ കറയും കളങ്കവുമില്ലാത്ത ചുളുക്കവുമില്ലാത്ത മണവാട്ടിയായി അവൻ്റെ വിശുദ്ധ വസ്ത്രധാരിയായി കർത്താവിൻ്റെ വരവിൽ എതിരേൽക്കുവാൻ തക്കവണ്ണം ഞാൻ ഒരുങ്ങുവാനും അനേകരെ ഒരുക്കുവാനും എൻ്റെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു.
ദൈവ തിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ.